Hello, ഞാൻ ലാലി ജോസഫ്. വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വേർഡ് തെന്നേർ. തെന്നേർ എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ വെർബാണ്, ഇറഗുലർ വെർബാണ്. ടു ഹാവ് എന്ന് പറയും. തെന്നേർ മാത്രമാണ് നിൽക്കുന്നത്. ടു ഹാവ് ഇതൊരു ഇൻഫിനിറ്റീവ് വെർബാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തെന്നേർ യൂസ് ചെയ്യുന്നത്? തെന്നേർ തെനേർ കെ അല്ലെങ്കിൽ തേങ്കോ കെ. ആ ഡിഫറൻസാണ് നമ്മൾ തേങ്കോ കെ അല്ലെങ്കിൽ വെറുതെ തേങ്കോ. തേങ്കോ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എന്നാണ്. ഇനി തെനേർ കെ പ്ലസ് ഒരു ഇൻഫിനിറ്റീവ് വെർബ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടു ഈറ്റ്. തേങ്കോ കെ കൊമേർ. ഐ ഹാവ് ടു ഗോ. തേങ്കോ കെ ഇയർ. ഐ ഹാവ് ടു സ്ലീപ്പ്. തേങ്കോ കെ ദൊർമീർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇനി കെ നമ്മൾ ആഡ് ചെയ്യുമ്പം തേങ്കോട്ട് കൊടുത്ത് കെ ആഡ് ചെയ്യുമ്പോൾ ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. ഇനി നമ്മൾ കെ ആഡ് ചെയ്യാതെ തേങ്കോ എന്ന് മാത്രം പറഞ്ഞാലും ഐ ഹാവ് എന്നാണ്. നമ്മളിപ്പോൾ പറയുകയാണ് ഐ ഹാവ് എ ബേബി. തേങ്കോ ഊൻ ബബേ. ഐ ഹാവ് എ ബേബി. അപ്പോൾ അവിടെ നമ്മൾ കെ യൂസ് ചെയ്തില്ല. അപ്പോൾ തേങ്കോ കെ പറയുമ്പോൾ ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹാവ് ടു ഈറ്റ്. തേങ്കോ കെ കൊമേർ. ഇനി നമ്മൾ ഫീലിങ്സിന് നമ്മൾ ഈ തേങ്കോ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം ഹംഗ്രി. അവിടെ നമ്മൾ ഐ ആം ഹംഗ്രി എന്നാണ് ഇംഗ്ലീഷിൽ പറയണമെങ്കിലും നമ്മൾ സ്പാനിഷ് നമ്മൾ ഈ തേങ്കോ യൂസ് ചെയ്യണത്. അവിടെ ഐ ഹാവ് ഹംഗ്രി എന്ന് പറയും, പക്ഷേ ഐ ആം ഹംഗ്രി എന്നാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും? തേങ്കോ ആം പറയും, ഐ ആം ഹംഗ്രി. പിന്നെ നമ്മൾ ഈ ഏജ് പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ തെനേറിൻ്റെ വെർഷനാണ് തേങ്കോ. തേങ്കോ ഐ ആം 5 years old എങ്ങനെ പറയും? തേങ്കോ സിങ്കോ അന്യൂസ്. അപ്പോൾ ഈ തെനെ എന്ന വെർബിൻ്റെ പല ഡിഫറൻറ്റ് വേയിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. തേങ്കോ കെ, തേങ്കോ ഫീലിങ്ങിൽ യൂസ് ചെയ്യുന്നു, തേങ്കോ ഏജിൽ യൂസ് ചെയ്യുന്നു, തേങ്കോ ഒബ്ലിഗേഷനിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹasta luego. ബൈ. ടേക്ക് കെയർ.